പ്രധാനപ്പെട്ട കേസിൽ എന്തു ചോദിച്ചാലും യാതൊരു ഉളുപ്പുമില്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ലല്ലേ? അതിന് കുറച്ചൊന്നുമല്ല, കുറച്ചധികം തന്നെ തൊലിക്കട്ടി വേണം. എന്നാൽ അങ്ങനെയാണ് ഇപ്പോൾ ലൈംഗികാരോപണ കേസിൽ പിടിയിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണവുമായി രാഹുൽ ഒട്ടും തന്നെ സഹകരിക്കുന്നില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ചിരി മാത്രമാണ് പ്രതി നൽകുന്നത്. അതും മണിക്കൂറുകളോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനോടാണ് ഈ നിസ്സഹകരണം എന്ന് ഓർക്കണം. എന്തു ചോദിച്ചാലും ഒരു നാണവുമില്ലാതെ ചിരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കേസിൽ പ്രധാന തെളിവായ പരാതിക്കാരിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്താനായുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. പ്രതി ഫോൺ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആ മൊബൈൽ ഫോൺ കിട്ടാത്തത് അന്വേഷണത്തെ വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാത്തതും രാഹുലിന്റെ നിസ്സഹകരണവും സത്യം പറഞ്ഞാൽ അന്വേഷണ സംഘത്തെ വല്ലാതെ വലയ്ക്കുകയാണ്. ഇപ്പോൾ ഇതാ കേസിൽ രാഹുലിനെ പലയിടങ്ങളിലായി തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. ഇന്ന് പുലർച്ചെ തന്നെ പീഡനം നടന്നതായി പരാതിയിൽ പറയപ്പെടുന്ന തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെ 408 നമ്പർ മുറിയിൽ രാഹുലിനെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഹോട്ടലിലെ 4ാം നിലയിലെ മുറി രാഹുൽ തിരിച്ചറിഞ്ഞെന്നും മുറിയിലെത്തിയത് സമ്മതിച്ചെന്നുമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഹോട്ടലിലെ രജിസ്റ്റർ പോലീസ് പരിശോധിച്ച് റൂം ബുക്ക് ചെയ്ത വിവരങ്ങൾ ശേഖരിച്ചു. എന്നാൽ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം കണ്ടെത്തേണ്ടതുണ്ട്. വലിയ പോലീസ് സുരക്ഷയിലാണ് രാഹുലിനെ പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ നിന്നും കൊണ്ടുവന്നതും തിരികെ കൊണ്ടുപോവുകയും ചെയ്തത്. അതേസമയം തെളിവെടുപ്പിനായി എത്തിച്ചപ്പോഴും തിരികെ മടങ്ങുമ്പോഴും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് രാഹുൽ പ്രതികരിച്ചിരുന്നില്ല. അപ്പോഴും ചിരി മാത്രമായിരുന്നു രാഹുലിന്റെ മറുപടി. ചിരിയോടെ അകത്തേക്ക് പോയ രാഹുൽ തിരികെ മടങ്ങിയെത്തുമ്പോൾ ഒന്നും മിണ്ടാതെ വാഹനത്തിലേക്ക് കയറുകയായിരുന്നു. പോലീസ് ബസ്സിൽ കനത്ത സുരക്ഷയോടെയാണ് രാഹുലിനെ ഹോട്ടലിലേക്ക് എത്തിച്ചത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ തിരികെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചു. രാഹുലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ തടയാൻ വേണ്ടിയാണ് അതിരാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവെടുപ്പ് നടത്തിയത്. 15-നായിരിക്കും രാഹുലിനെ വീണ്ടും പോലീസ് കോടതിയിൽ ഹാജരാക്കുക. മറ്റന്നാൾ കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. സത്യം പറഞ്ഞാൽ രാഹുലിന്റെ ഈ മൗനം കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് സൂചന.